എടാ പണ്ട, നീ എന്നെ എങ്ങോട്ട് അയച്ചത്? എന്തിനാ അയച്ചത്? നിങ്ങളല്ലേ വിഷു ചോദിച്ചത്? നിങ്ങൾക്ക് പാചകം ചെയ്യാൻ വലിയ ആഗ്രഹമായിരുന്നില്ലേ? വലിയ വലിയ ആൾക്കാർക്ക് പാചകം ചെയ്യണമെന്ന് നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞതല്ലേ മുതലാളി? അവിടെ ഉള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാരായിരുന്നില്ലേ? ഓ, ഞാൻ വലുപ്പത്തെ കുറിച്ചല്ല പറഞ്ഞത്, സ്റ്റാറ്റസിനെ കുറിച്ചാ പറഞ്ഞത്. നിങ്ങൾ കള്ളം പറയാണ്. നിങ്ങൾ സ്റ്റേറ്റസിനെ കുറിച്ച് പറഞ്ഞില്ല. ഓ, അത് പറയണോ? അത് അണ്ടർസ്റ്റുഡ് അല്ലേ? സോർദാർ, അവന്റെ മോന്ത നോക്ക്. അത് വിളക്കുന്ന് വന്ന സാധനം. പറഞ്ഞ കാര്യങ്ങൾ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത അവന് പറയാത്ത കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നേ? ജീവനോടെ ഉള്ളതിനെ കുറിച്ച് സന്തോഷിക്കേ. ലൈഫിൽ എപ്പോഴും സെക്കൻഡാ വരേണ്ടത്. കാരണം ചിലപ്പോ ഫസ്റ്റ് വരുന്നവർ കൊറേ പപ്പടം പൊരിക്കേണ്ടി വരും. പപ്പട അല്ല, ഒരുപാട് ചപ്പാത്തി ചുടണം. ഒരുപാട് ചപ്പാത്തി. നിർത്ത്. അടിയും ബഹളത്തിൽ ഒരു കാര്യമില്ല. ഒരിക്കൽ ഓറഞ്ചിനെ പിടിച്ച് ജ്യൂസ് എടുത്തു കഴിഞ്ഞാ പിന്നെ വീണ്ടും അത് ഓറഞ്ച് ആകാൻ സാധ്യതയില്ല. ഇനി വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്കാണ് നിങ്ങൾ ഇവിടെ ശിക്ഷ അനുഭവിക്കുന്നത്. ഇനിയും കൂടുതൽ കുറ്റങ്ങൾ ചെയ്യരുത്. നദിയിൽ വെള്ളം കൂടിപ്പോയാൽ അത് ആപത്തായി തീരും. നിങ്ങൾ കുറ്റമെന്നുള്ള വെള്ളത്തിനെ കുറയ്ക്കണം. ദേ കണ്ടോ, അവന്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ തടവുകാരെ നിയന്ത്രിച്ചു. ദേഷ്യം എങ്ങനത്തെ മസാല എന്ന് വെച്ചാ സന്തോഷം എന്ന മലക്കറിയുടെ ടേസ്റ്റ് ഇല്ലാതാക്കും. മനസ്സിലായോ? മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? അതായത് നീ ഞങ്ങളെ പാചകം ഉണ്ടാക്കാൻ പഠിപ്പിക്കാന്ന്. ഇപ്പൊ നിന്നെ വെച്ച് ഞാൻ പാചകം പഠിക്കാൻ പോവാ. നല്ല പോപ്പട്ട് മസാല. വെള്ളം കുറയ്ക്കണം, അല്ലെങ്കിൽ കൂടുതൽ മസാല ഇടേണ്ടി വരും. നോൺ വെജ് കഴിച്ച് കൊറേ നാളായി. ഇന്ന് നിന്നെയാ കഴിക്കാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റിപ്പോർട്ടർ സ്വീറ്റി. എന്റെ പേഴ്സൺ പിങ്കിയോടൊപ്പം ഇന്ന് മിസ്റ്റർ ഹണിയെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അവർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. അനിയ വൈറലായി, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ തണുക്കുന്നത്. ആ തണുപ്പ് സൂപ്പർ മാർക്കറ്റിന്റെ AC കാരണമാണ്. വൈറൽ ഫീവർ ആണെന്നല്ല പറഞ്ഞത്. നീ വയസ്സായ സ്ത്രീനെ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തില്ലേ, അത് വൈറലായെന്നാ പറഞ്ഞത്. ഇതാ നോക്ക്, ഇവരാണ് ഇപ്പോഴത്തെ ഹീറോ. ഒരു വയസ്സായ സ്ത്രീയെ റോഡ് കടക്കാൻ സഹായിച്ചു. എന്നാൽ അവർ പേടിച്ച് ഈ ഹണിയെ അടിച്ചുകൊണ്ടേയിരുന്നു, ഭയത്തിൽ തടഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ഇവർ കടമ നിറവേറ്റി. റോഡ് കടക്കാനുണ്ടായിരുന്ന ഒരു വൃദ്ധയെ ഇവർ സഹായിച്ചിരിക്കുന്നു. അതൊക്കെ പോട്ടെ, അവർക്ക് സഹായം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയായിരുന്നു, റോഡ് സൈഡിൽ നിൽക്കുന്നവരൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കും. പക്ഷെ നീ എന്തിനാ ചോദിക്കുന്നേ? അതെ, സ്വീറ്റ് തന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. എനി ഡൗട്ട്? ഇന്റർവ്യൂ? അതെ, മര്യാദക്ക് ഇന്റർവ്യൂ കൊടുക്ക്. പിങ്കിയെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. റിപ്പോർട്ടർ എന്റെ പിന്നിലും ഞാൻ ക്യാമറയുടെ മുന്നിലും. ടു മച്ച് ഫൺ. പോപ്പട്ടിനെ കിട്ടി. ഈ കൂട്ടിന്ന് എന്നെ തുറന്നു വിട്. ഇവന്മാർക്ക് ഒരു പാഠം പഠിപ്പിക്കണം. എനി ഡൗട്ട്? കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ലേ. ഇത് അത്ര വേദനിക്കത്തില്ല ലൈല ബ്രോ. മണ്ട, ലൈല അല്ലടാ, ലാല ലാല. നിങ്ങളുടെ നില കണ്ടില്ലേ, പാവം ബെല്ലി ഡാൻസർ പോലെ ആയിരിക്കുന്നേ. ഹലോ, സ്നാക്സ് എവിടെ പോയി? വീട്ടില് കാണും. ഞാൻ എല്ലാവരുടെയും ബാഗിൽ വെച്ചതാണല്ലോ. ഞാൻ എല്ലാവരുടെ ബാഗ് ഇന്ന് പുറത്തെടുത്തു. ഇപ്പൊ നമ്മൾ എന്താ കഴിക്കുക? നമുക്ക് ആ പഴം കഴിക്കാം. ഞാനത് പറിച്ചെടുത്തോണ്ട് വരാം. ഹണി സൂക്ഷിച്ചേ. ഹണി, ഹണി, ഹണി. അതൊന്ന് തേച്ചുകളാ, അല്ലെങ്കിൽ വീങ്ങും. ഓ എന്റെ പൊന്നു മണ്ട, തല തേച്ചു കൊടുക്ക്.
അല്ല ഇതിനെ കണ്ടിട്ട് ഹണിയെ പോലെ ഉണ്ടല്ലോ, ഇതെന്താ ജീനിയെ പോലെ ഇരിക്കുന്നു. അതെ, ഞാൻ ജീനിയാണ്. ജീനിയോ? അതെ, ഞാൻ ഉണർന്നു. നീ 3 ആഗ്രഹങ്ങൾ സാധിച്ചു തരുമോ? അതോ, ഞാൻ 3 കാര്യങ്ങൾ മാത്രമല്ല 5 കാര്യങ്ങൾ ചെയ്തു തരാം. നിന്നെ കൊണ്ട് എന്റെ 5 കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റുമോ? വിളക്കിന്ന് വന്നതല്ലേ, യജമാൻ എന്ത് പറയുന്നു അത് ചെയ്തു തരാം. പക്ഷെ നിന്നെ വിളക്കിന്ന് പുറത്തു കൊണ്ടുവന്നത് ഞാനല്ലേ. നീ എന്തിനാ യജമാനന്റെ കാര്യമൊക്കെ ശരിയാക്കി? എനിക്ക് യജമാന്റെ ആഗ്രഹങ്ങൾ മാത്രമേ നിറവേറ്റാൻ കഴിയൂ. എന്റെ യജമാനൻ എവിടെയാണ്? ആരാണ് ആദ്യം പറയുന്നു അവരുടെ വിഷയം നിറവേറും. എനിക്ക് കുക്കിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഷെഫ് ആകണം. എനിക്ക് വലിയ വലിയ ആളുകൾക്ക് പാചകം ചെയ്തു കൊടുക്കണം. എന്റെ ആഗ്രഹം എന്താണെന്നാൽ ഇവന്റെ വലിയ വലിയ ആളുകൾക്ക് പാചകം ചെയ്ത് കൊടുക്കണമെന്നുള്ള ആഗ്രഹം നിറവേറണം. ഓക്കേ, ഇവരുടെ സ്വപ്നം നിറവേറണം, ആഗ്രഹം നിറവേറട്ടെ. പോയി വലിയ ആൾക്കാർക്ക് പാചകം ചെയ്യേ. പോയി. ഇപ്പൊ അവന് വളരെ സന്തോഷായിട്ടുണ്ടാവും അല്ലേ? കാണണമെങ്കിൽ നിനക്ക് അങ്ങോട്ട് പോകാം, പക്ഷെ ഞാൻ അതിന് സഹായിക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോണോ? സോർദാറെ കാണണമെന്ന് പറഞ്ഞ അതവൻ 3ാമത്തെ വിഷായിട്ട് മാറ്റിയെടുക്കും. അതല്ല ചേട്ടാ, ഇത് ഞാൻ ഒരു ഷോ ഓഫിന് വേണ്ടി ചെയ്യാണ്. കാരണം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് വിഷയം എങ്ങനെ നിറവേറ്റെടുന്ന് നിങ്ങൾക്ക് കാണിക്കാനാണ്. യു ആർ സോ ഇന്റലിജന്റ്. ഇന്റലിജന്റ്. അതെ, ജോലി ഉണ്ടെങ്കിൽ കഴുതിയെ പോലും അപ്പനാക്കുന്ന കാലമാണിത്. ഇപ്പൊ കാണിക്കേ. വലിയ ആളുകൾക്ക് പാചകം ചെയ്ത് ഞാൻ ആകെ ക്ഷീണിതനായി. ജോർദാർ വലിയ പാത്രത്തിൽ പാചകം ചെയ്യുകയാണല്ലോ. വാ, നമുക്ക് അവനെ സഹായിക്കാം. നിങ്ങളെ കൊണ്ട് കാണാൻ മാത്രമേ പറ്റൂ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എടാ, കറി മാത്രം ഉണ്ടാക്കിയാ മതിയോ? മറ്റൊരടുപ്പിൽ ചപ്പാത്തി ഉണ്ടാക്ക്. ജോർജാർ 5 സ്റ്റാർ ഹോട്ടലിലാണ് ഷെഫ് ആകാൻ ആഗ്രഹിച്ചത്. പക്ഷെ അവൻ ഈ കുടിലിലെ പാചകക്കാരനാക്കി. നീ വരൂ അങ്കിൾ. അങ്കിൾ നിന്റെ വല്യച്ഛൻ. ഇപ്പൊ എനിക്ക് 40 വയസ്സാവുന്നേ ഉള്ളൂ. അയ്യോ, നിങ്ങളെ കാണാൻ അങ്ങനെ തോന്നില്ല, സോറി. ആരെങ്ങോട്ടാ പോയത്? വരൂ മുത്തച്ഛ, ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ നിങ്ങളെ വീട്ടിലേക്ക്. എന്താ ചെയ്യുന്നത്? എന്നെ താഴെ ഇറക്കി വിടറോ. വരൂ, നിങ്ങളെ ഞാൻ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിക്കാം. വിടറാ, ഞാനിവിടെ പണിയെടുക്കുന്ന ആളാ. ഇനി വേണം ഇതൊക്കെ അടുക്കി വെക്കാൻ. നടക്കാൻ പറ്റുന്നില്ല. ഹണി, എന്നാലും നീ എന്തിനാ ഇങ്ങനെ ചെയ്തത്? നാട്ടിലെ യുവാക്കൾക്ക് പ്രായമായവരെ സഹായിക്കാനുള്ള പ്രചോദനം നൽകിയതാണ് ഞാൻ സ്റ്റാർ ആയി പോയില്ലേ? നോക്ക്, നിനക്ക് ഹെഡ് വെയിറ്റ് ഒരുപാട് കൂടിയിട്ടുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. നിങ്ങൾ എല്ലാവരും നടന്നല്ലേ വന്നത്? വരൂ, നിങ്ങളെ ഞാൻ വലിയ കോസ്റ്റ്ലി കാറിൽ കൂട്ടിക്കൊണ്ടു പോവാം. വരൂ വരൂ. ഹൈ, ഈ വീട്ടിലിത് എന്തോരം ജോലികളാ. ജോലി ചെയ്യുന്നവരെ എന്നും തൊഴിലാളി എന്ന് പറയില്ല. ചിലപ്പോ അവര് വെറും ജോലിക്കാരായി തന്നെ ജീവിച്ചു പോകും. എന്റെ അമ്മോ, കുറച്ച് ജോലി ചെയ്യാൻ ഇത്രമാത്രം ജാട കാണിക്കണോ? സോർദാറെ കണ്ടില്ലേ എത്രമാത്രം ജോലിയാ ചെയ്യുന്നേ? അത് പറഞ്ഞ ശരിയാണ്. സോർദാറിന് ഇതൊക്കെ വളരെ സില്ലി മാറ്ററാ. ഇപ്പൊ നമ്മൾ പറഞ്ഞാലേ നിന്റെ ജോലി പോലും അവൻ തന്നെ ചെയ്തു തീർക്കും. ബനി, ഞാൻ ഹണിയല്ല. നീ പോയി മര്യാദയ്ക്ക് പണിയെടുക്ക്. ഞാൻ AI ചിക്കി ചിക്കി ശാന്താബായ്. അടിപൊളി അടിപൊളി അടിപൊളി. കാണാൻ ഒറിജിനൽ പോലെ തന്നെയുണ്ട്. പോലെന്നൊന്നും പറയണ്ട, ഞാൻ ഒറിജിനൽ തന്നെ. ഞാൻ ബിഗ് ബോസിന്റെ വീട്ടിലായിരുന്നു. ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുതലാളി. അദ്ദേഹത്തിന്റെ ഭാര്യയും എന്നെ മെഷീൻ എന്നാ പറഞ്ഞത്. അതിന്റെ ദേഷ്യത്തിൽ ഞാൻ കറിയിൽ കുറെ മുളക് പൊടി വാരിട്ടു. ഇവളിപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ എല്ലാ കാര്യത്തിലും സഹായിക്കും അല്ലേ ശാന്താബായി? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാൻ തായി. തായി എന്ന് പറയുന്നു, അതിന് നമ്മുടെ മേഡം അമ്മയായിട്ടില്ലല്ലോ. എടാ, മേഡത്തിന് ഇനിയും കല്യാണം പോലും കഴിഞ്ഞില്ലല്ലോ. ഹണി, മറാഠിയിൽ തായ് എന്ന് പറഞ്ഞാല് ചേച്ചി എന്നാണ് അർത്ഥം. അപ്പൊ ചേട്ടനെ തന്ത എന്ന് പറയോ? ബൗ ബൗ. എന്തിനാ ഇപ്പൊ കൊരയ്ക്കുന്നേ? കൊരക്കല്ല, പറയാണ്. മറാഠിയിലെ ചേട്ടനാ ബൗ എന്നാ പറയുന്നേ. എനി ഡൗട്ട്? ഓ സോറി ശാന്താബായി,
ആ ഹണി അല്ലെങ്കിലും അങ്ങനെ തന്നെയാ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ കേട്ടോ. ആ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ ഒരു സ്റ്റാർ ആയിരിക്കുകയാണ്. അതെയോ? ആ ജനങ്ങളെല്ലാം നിങ്ങളെ ഫോളോ ചെയ്യുന്നു. നോക്ക്, ഈ വീഡിയോ നോക്കൂ. ജനങ്ങൾ നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആകുന്നത്. ഇതുപോലെ ലക്ഷക്കണക്കിന് വീഡിയോസ് ഉണ്ട്. യങ്സ്റ്റേഴ്സ് നിങ്ങളെ കണ്ട് ഇൻസ്പയർ ആയി വയസ്സായവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോട് എന്താ പറയാനുള്ളത്? ആ അതെ, പ്രായമായവരെയൊക്കെ സഹായിക്കണം. അവര് സഹായം ചോദിക്കാൻ ചിലപ്പോൾ മടിച്ചേക്കാം. എന്നാലും നിങ്ങൾ അവരെ ഉറപ്പായിട്ടും സഹായിക്കണം. ഒരു തവണ ഹണി കമ്മിറ്റ്മെന്റ് കൊടുത്ത പിന്നെ കമ്മിറ്റ്മെന്റ് കൊടുത്തവരുടെ വാക്ക് പോലും ഞാൻ കേൾക്കാറില്ല. ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ബ്രോയുടെ ആദരവ് ചടങ്ങല്ലേ നടക്കുന്നത്. അവര് സ്റ്റാർ ആണ്, അങ്ങോട്ട് പോണം. നമുക്ക് സിനിമയ്ക്ക് പോവാം. വാ കിറ്റി. സോറി, അവര് എന്നെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഹണിയോടൊപ്പം പോവാ. കിറ്റി എന്റെ കൂടെയാണ് വരുന്നത്. സാർ, നിങ്ങൾക്ക് വേണ്ടി കാർ അയച്ചിരിക്കുകയാണ്. And the award goes to Honey. അതെ, സിനിമ നമുക്ക് പിന്നെ ഒരു ദിവസം കാണാം. നമ്മുടെ ചേട്ടന്റെ ആദരവ് ചടങ്ങല്ലേ നടക്കുന്നത്. വാ, നമുക്ക് പോയി കാണാം. എനിക്ക് പടം കാണണം. സോർദാർ, നിനക്ക് സിനിമ, പോപ്കോൺ, സമോസ, ജ്യൂസ് ഇത് മാത്രമേ അറിയുള്ളൂ അല്ലേ? അതെ, അത് ഞാൻ പോകുന്ന വഴിക്ക് വാങ്ങിത്തരാം. നീ തൽക്കാലം വാ. ഗോൾ. ഇന്ന് സനിയുടെ ടീമിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ആർക്കും ഗോൾ അടിക്കാൻ പറ്റിയില്ല. ശാന്ത ചേച്ചി, ഞങ്ങൾക്ക് പകരം നിങ്ങൾ കളിച്ചിട്ട് ഒരു ഗോൾ അടിക്കാവോ? ആ ഞാൻ ഗോൾ അടിക്കാൻ പോകുന്നു. ശാന്ത ചേച്ചി പാസ് ചെയ്യേ. എന്തിനാ എന്നോടല്ലേ ഗോൾ അടിക്കാൻ പറഞ്ഞേ? ഞാൻ തന്നെ ഗോൾ അടിക്കും. ഓ, എന്താ ഇത്? നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. സ്വയം ഇഷ്ടത്തിനാണല്ലോ ചെയ്യുന്നേ. ഞാനാണ് AI. ചിച്ചി ചാന്താപ്പാ. ഇന്ന് കഴിക്കാൻ നല്ല ചൂടുള്ള പക്കോട കിട്ടിയിട്ടുണ്ട്. എന്താ, ഷോക്കായോ? പപ്പൻ കുറച്ച് വെള്ളം താ വേഗം. എന്റെ തൊണ്ട വല്ലാതെ വരണ്ടു പോയി. ചേച്ചി, മുഴുവൻ സവാള ഇട്ടോ, മുറിച്ചില്ലായിരുന്നോ? ഇല്ല, ഇതാണ് ശാന്തമായുടെ സ്റ്റൈൽ. ഓ ശാന്തഭായ്, സവാള മുറിച്ചാണ് പക്കോട ഉണ്ടാക്ക. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തെറ്റാതെ നൽകണമായിരുന്നു. എടാ, ഇവര് ചെയ്യുന്നൊന്നും സഹിക്കുന്നില്ല. വാവ്, ഡാൻസോ! ഞാൻ നിനക്ക് വേണ്ടി ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക് യു. ഇതാണ് മുളക് ജ്യൂസ്.
എന്റെ അകത്തേക്ക് ഫീഡ് ചെയ്തിരിക്കുന്നു. ചേച്ചി വെള്ളം എടുത്തോണ്ട് വരൂ. മാഡം ജോലിക്ക് പോയി ക്ഷീണിച്ചു വന്നിരിക്കുക. മാഡമിന് നല്ലൊരു ഹെഡ് മസാജ് കൊടുക്ക്. നന്നായിട്ട് റിലാക്സ് ആവട്ടെ. സോഫ്റ്റ് ആയിട്ട് ചെയ്യണം, മനസ്സിലായല്ലോ? വളരെ സോഫ്റ്റ് ആയിരിക്കണം. ഞാൻ AI യാ. ശാന്താബായ്. എനിക്ക് എല്ലാം അറിയാം. നമ്പർ 40 ബംഗ്ലാവിലുള്ള എല്ലാവർക്കും മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ വിഗെല്ലാം ഞാൻ സോഫ്റ്റ് ആക്കി. അറിയോ? എന്ത്? അവർ വിഗാണോ വെച്ചിരിക്കുന്നത്? ഞാൻ ഒരിക്കലും നുണ പറയാറില്ല. ആ ഇതെന്താ ഇത്? എനിക്കുള്ളിൽ ഫീഡ് ചെയ്തിരിക്കുന്നു. ഷാംപൂ. മുടി സോഫ്റ്റ് ആക്കാനായി ഷാംപൂ ഉപയോഗിക്കണം. ഓ മാഡത്തിന്റെ കണ്ണിൽ സോപ്പ് വീണു. ക്ലീൻ ചെയ്യൂ. വെള്ളം എന്തിനാ ഒഴിച്ചത്? പിന്നല്ലാതെ ഷാംപൂ എന്താ പെട്രോൾ ഉപയോഗിച്ചാണോ കഴുകി കളയാ? മണ്ടൻ. ഞാൻ AI യാ. ശാന്താബായ്. അതൊക്കെ ഡ്രൈ ക്ലീൻ ഡ്രസ്സാ. വെള്ളം ഒഴിച്ചാൽ അത് ചീത്തയാകും. ചെല്ലു, മാഡത്തിന്റെ ഒപ്പം ചെന്ന് അതിന് ഉണങ്ങാൻ വെക്കൂ. ഹണി, ഞങ്ങൾ ഒളിഞ്ഞോളാം. നീ കണ്ടുപിടിക്കേ. ഓക്കെ. 1 2 3 4 5 6 7 8 9 10. ഞാനിതാ വരുന്നു. അയ്യോ, ബോക്സ് എന്നെ പറക്കുന്നല്ലോ. അയ്യോ, ഞാൻ കുരുങ്ങിന്നാ തോന്നുന്നേ. ഈ ഹണി എങ്ങനെയാ ബോക്സ് പൊക്കിയത്? അല്ല, അയ്യോ, ഈ ബോക്സ് വേറെ ആരാണല്ലോ കൊണ്ടുപോകുന്നത്? ഏയ് അതെ ചേട്ടാ, ഒന്ന് നിക്ക് ചേട്ടാ, നിക്ക്. ഒന്ന് നിക്ക്, എന്റെ കൂട്ടുകാരൻ അതിലുണ്ടേ. കണ്ടുപിടിച്ചേ. അയ്യോ പെട്ടി, ആ പെട്ടി. പെട്ടിയല്ല, കണ്ടുപിടിച്ചോന്ന് പറയാൻ വന്നതാ. എങ്ങോട്ടാ ഓടി പോകുന്നേ? നീ ഔട്ടായി. ഇനി നീയാണ് കണ്ടുപിടിക്കേണ്ടത്. അയ്യോ, തെറ്റ് സംഭവിച്ചല്ലോ. എന്തു പറ്റി ബണി? എടാ, പോപ്പറ്റ് ആ പെട്ടിയിലുണ്ടടാ. ഏത് പറ്റിയില്? ആ കൊറിയർകാരൻ എടുത്തിട്ട് പോയ പെട്ടിയില്. ഏത് കൊറിയർക്കാരൻ? കണ്ണാ സാർ കൊറിയർ കൊടുത്തില്ലേ, അയാളുടെ അടുത്ത് തന്നെ. പിന്നെ നീ എന്താ ഇത് പറയാതിരുന്നത്? ഞാൻ ഒച്ച വെച്ചോണ്ടിരുന്നില്ലേ, പെട്ടി പെട്ടിന്ന്. നീ പോപ്പട്ട് പോപ്പട്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്താ പറ്റിയത്? പൊപ്പറ്റിന്റെ മണത്തിനിടയിൽ സമൂസയുടെ മണവും മിക്സ് ആയി. അടുത്തെവിടെയോ സമൂസ ഉണ്ടാക്കുന്നുണ്ട്. ഓ, നീ പോപ്പറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യ്. പോപ്പട്ട് ബോക്സിൽ അടഞ്ഞിരിക്കുകയാണ്. അവനൊന്നും സംഭവിക്കാൻ പാടില്ല ഫ്രണ്ട്സ്. ഇല്ല, എന്റെ സുഹൃത്തിന് ഒന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇങ്ങോട്ട്. ജീവനുള്ള കിളി ആരാ കൊറിയർ ചെയ്തത്? അയ്യോ, കൊറിയർ സാധനം ബോക്സിനകത്ത് തന്നെ ഉണ്ട്. ഞാൻ അറിയാതെ പെട്ടിയിൽ പെട്ടുപോയതാ. എനി ഡൗട്ട്? അതെന്തായാലും നന്നായി. എന്റെ മോ കുറെ കാലായിട്ട് ഒരു കിളി ചോദിച്ചോണ്ടിരിക്കുക. ഇതുകൊണ്ട് അവന് കൊടുക്കാം. ദാ അവിടെ. മോനെ, നീ ഇവിടെ ഉണ്ടോ? ആ കിളി എവിടെ? അതിനെ പിടിച്ച് അവരൊരു ബോക്സിലിട്ട് അടച്ചു. ലാല, നീയോ? ലാല, പോപ്പറ്റ് ഏത് ബോക്സിലാണ് ഉള്ളത്? ലോഡായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പെട്ടിയിൽ കാണും. അതേതാണെന്ന് ആർക്കറിയാൻ പറ്റും? നീ എന്താ കരുതിയേ? അങ്ങനെയൊന്നും ഞങ്ങള് ഞങ്ങളുടെ പോപ്പട്ടിനെ വിടില്ല. എടാ പ്രാന്തന്മാരെ,
അവന്മാരെ പോയി പിടിച്ചു കെട്ടറാ. ഹണി നീ അത് നോക്ക്, ഇവന്മാരെ ഞാൻ നോക്കിക്കോളാം.